ഇപ്പോൾ പോയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂന്നുണ്ടെങ്കിൽ കൂടി നമുക്കത് കുറേ നാളായിട്ടാണ് ഫീൽ ചെയ്യണേ. എല്ലാവരും ഉണ്ടെങ്കിൽ കൂടി ആരും ഇല്ലാത്ത പോലെ തോന്നുന്നത്. അത് വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടാണ്. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് ഞാൻ അവിടെ നിന്ന് വന്നില്ലേ, അപ്പോൾ കൊച്ചി എയർപോർട്ടിലത്തെ കാഴ്ചകളും പിന്നെ ലോഞ്ചും പിന്നെ എന്നിട്ടാണ് പറയാൻ വന്നത്. പിന്നെ ഒമാൻ എയറിലാണ് വന്നത്. അപ്പോൾ ഒമാൻ മസ്കറ്റ് എയർപോർട്ട്, അവിടുന്ന് മസ്കറ്റിൽ നിന്ന് ദമാമു. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു അതൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം ഗായ്സ്. അപ്പോൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞു, ലഗേജ് ഒക്കെ ഇട്ടു, ബോർഡിംഗ് പാസ് കിട്ടി. ഇനി നേരെ പോകേണ്ടത് ലഞ്ച്. സത്യത്തിൽ നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റേ ചേച്ചി മോളോട് ഞാൻ ചോദിച്ചേ എനിക്ക് വിഷമമുണ്ടോയെന്ന് ചോദിച്ചിട്ടാ. അപ്പോൾ അവള് പറഞ്ഞു എന്നോട് വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, പോകാണ്ട് പറ്റില്ലല്ലോ. വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടാണ്. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഈ നേരെ ലോഞ്ചിൽ പോയി എന്തെങ്കിലും കഴിച്ച് ഇരിക്കാം. ഓക്കെ, എയർപോർട്ടൊക്കെ നിങ്ങളൊക്കെ കണ്ടല്ലോ. പ്രവാസി, പൊട്ടം പ്രവാസി, എന്ത് കാര്യം, ഒരു കാര്യമില്ലേ. ശരിക്കും ഭയങ്കര സങ്കടമാകുക. പോലീസില്ലേ, ആദരിപ്പില്ലേ. ദൈവമേ, ലോഞ്ചിൽ കയറി ഫുട്ടേജ് ഷെജുമോള് വീഡിയോ എടുക്കാൻ വന്നോളൂ ലോഞ്ചിന്റെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി ഇനി ഫ്ലൈറ്റ് പിടിക്കാനുള്ള പരിപാടിയാണ്. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് 4 AM നമ്മുടെ പ്ലാറ്റ്ഫോം. അപ്പോൾ അവിടെ പോയി ഫ്ലൈറ്റിൽ കയറിയിരിക്കുക. ഫ്ലൈറ്റിൽ കയറിയിരുന്ന ഷിജുമോളെയും അമ്മനെ വിളിച്ചിട്ടില്ലേ, അമ്മനെ വിളിക്കണം, ഒരു ഉറങ്ങായിരിക്കും. അപ്പോൾ വിളിക്കുക, നേരെ പോവാ, അത്രേ ഉള്ളൂ. വെള്ളം കഴിഞ്ഞു, ഇതേ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ 3:20 വെച്ചോണ്ടിരുന്ന, ഇപ്പൊ സമയം 3:08. നമ്മളെ ഒന്നുകൊണ്ട് ലാസ്റ്റ് കയറാൻ പോണേ. ഇനി ഓടേണ്ടി വരും. ബസ്സിലാണ് പോണേ. ഓക്കെ, അപ്പൊ കയറാൻ പോണേ. വന്നിടങ്ങിയിട്ടുള്ള ഒരു പെട്ടിയുള്ളൂ. വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോകും. ഗായ്സ്, വന്നിറങ്ങി മഴ പെയ്തോണ്ടിരിക്കുക. ചെറിയൊരു മഴ, നല്ല തണുപ്പും. നമ്മുടെ ലഗേജൊക്കെ കിട്ടി, എല്ലാം സെറ്റാണ്. നമ്മുടെ ചേട്ടനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ചേട്ടൻ വരും.
അപ്പോൾ നല്ല മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പൊടിമഴ അല്ലട്ടാ, നല്ലപോലെ മഴ പെയ്യുണ്ട്. ഞാൻ മഴ കൊള്ളാണ്ടിരിക്കാൻ റൂഫിൻ്റെ അടിയിൽ വന്ന് നിൽക്കുക. ആളിപ്പോൾ വരുന്ന പറഞ്ഞ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയില്ല. അപ്പം അങ്ങനെ കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ വീഡിയോയിൽ ഞാൻ എന്താന്ന്, ആളങ്ങോട്ട് പോയിപ്പെടുത്ത വീഡിയോ ആണത്. അപ്പോൾ അത് എന്താ പറയുക, അത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അത് ഇൻട്രോ ആണെങ്കിലും അവസാനമാണെങ്കിലും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ആൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. കാരണം അവിടെ എത്തി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് സെറ്റ് ആവണ്ടേ, അതിൻ്റെ കാര്യങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ട് കുറേ ടൈം പോകേണ്ടി വന്നു. അപ്പോൾ അതിന് ഇപ്പോൾ ഇൻട്രോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോക്ക് ഇൻട്രോ എടുക്കാൻ നമുക്ക് പറ്റില്ല. എങ്ങനെ എടുക്കാനാ? കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയേക്കണം. ആ സിറ്റുവേഷനിൽ പോയി കഴിയുമ്പോൾ അതിൻ്റെ ഇൻട്രോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് പോസിബിൾ. അത് നമ്മുടെ പ്രവാസികൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കണവർക്കത് മനസ്സിലാവും, അതിൻ്റെ ഫീലിങ്സ് എന്താണ്. ഇപ്പം പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാവും. വീട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ വീടാണെങ്കിലും നാടാണെങ്കിലും നമ്മൾ എല്ലാവരും ഉപേക്ഷിച്ചിട്ടാണ് പോകണം. അപ്പം അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എനിക്കിവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ അപ്പച്ചനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും എല്ലാവരും ഉണ്ട്. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ ആൾ മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആൾക്കുണ്ടാവും. അപ്പം ആ പോയ സമയത്താണെങ്കിൽ നമുക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ വീഡിയോ തന്നെ ആളെങ്ങനെ എടുത്തത് എനിക്ക് മനസ്സിലാവും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സങ്കടം വരാം. ഞാനെന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് എനിക്കാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റണില്ല. ഇപ്പോൾ പോയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂന്നുണ്ടെങ്കിൽ കൂടി നമുക്കത് കുറേ നാളായിട്ടാണ് ഫീൽ ചെയ്യണേ. എല്ലാവരും ഉണ്ടെങ്കിൽ കൂടി ആരും ഇല്ലാത്ത പോലെ തോന്നുന്നത്. അത് ഒരു ഇൻകംപ്ലീറ്റ് ആണത്. മാത്രമായിരിക്കില്ല, എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും. പിരിഞ്ഞ് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ്. ഇപ്പം ആദം ബേബിനെ കൂടി ഡെയിലി ആദം ബേബിനെ എന്ന് ഫോൺ വിളിക്കുമ്പോൾ ആൾക്ക് സങ്കടം വന്നിട്ടുന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അത് കാണിക്കണില്ല എന്നുള്ളൂ. ഇങ്ങനൊരു ഒരു പ്രാവശ്യം ഞങ്ങൾ പിരിഞ്ഞ് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതെന്താ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ നാട്ടിലേക്ക് ഹൗസ് വാമിങ് നടത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. ഹൗസ് വാമിങ് നടത്താൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ പിന്നെ അന്നും നമ്മൾ റിട്ടേൺ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു പോകാനായിട്ട് പറ്റിയില്ല. കാരണം എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ടാണ് പറയുക, ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് പറ്റണ്ടായിരുന്നില്ല. അപ്പം അന്ന് ഞാനിവിടെ തന്നെ നിന്നു. ഇപ്പം എന്നെക്കാളും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ ആദം ബേബിനെ ആയിരിക്കും. ആദം ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കളിച്ച് നടക്കുന്ന പ്രായം, ഫുള്ള് കളിയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ തുടങ്ങേണ്ട ആളാണ്, പക്ഷെ അവസാനിപ്പിക്കേണ്ടത് ഞാനാണ്. അപ്പോൾ തുടങ്ങേണ്ട ആളായാലും അവസാനിപ്പിക്കുന്നത് ഞാനായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ സൗണ്ട് കുറച്ചാണ് ഞാൻ പറയുന്നത്, കാരണം നമ്മുടെ ആദം ബേബി കിടന്ന് ഉറങ്ങാണ്. ഇപ്പോൾ സൗണ്ട് ചെറിയൊരു സൗണ്ട് കേട്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേൽക്കാറുണ്ട്. ഇപ്പം എന്താണാവോ ഉറങ്ങണുണ്ട്. അപ്പോൾ നമ്മളവനെ ശല്യം ചെയ്യണ്ടല്ലോ, അവൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇന്നിപ്പോൾ ടാറ്റ ബൈ ബൈ പറയാനൊന്നും നമ്മുടെ ആദം ബേബി ഇല്ല, ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ടാറ്റ ബൈ ബൈ, സീ യു.